ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിവിടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും പിടിക്കുന്നില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരുമോ? ചിക്കൻ ഫ്രൈയോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും. അതെ, അതിന്റെയൊക്കെ മണം വന്നാലേ ഈ രണ്ടെണ്ണവും നമ്മളെ പിടിക്കും. അതുകൊണ്ട് തൽക്കാലം പുറത്ത് ചാടുന്നത് വരെ ഇവിടുത്തെ അടുക്കളയെന്ന് നമുക്ക് കട്ട് കഴിക്കുന്നത് മതി. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് മുത്തശ്ശി. അയ്യോ പോട്ടടാ, നല്ല കാലം വരുമ്പോഴേ കഷ്ടപ്പാടിന്റെ കാര്യമൊക്കെ തനിയേ അങ്ങ് മറന്നോളൂ. കുടിച്ചോ. അമ്മയ്ക്കും ബ്രേക്കും ചായ കൊടുത്തോ? ഞാൻ കൊടുത്ത ഒന്നും കഴിക്കില്ലല്ലോ. മുമ്പ് അമ്മ കഴിക്കുമായിരുന്നു, ഇപ്പൊ അമ്മയും നിർത്തി. ഇതെന്ത് ഭാവിച്ച അവരിങ്ങനെ? അമ്മയുടെ വാശി കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അവർക്കുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ടോ താൻ? ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താൻ വാ, നമുക്കൊന്ന് പോയി വിളിച്ചു നോക്കാം. മുത്തശ്ശി, നമ്മുടെ ഈ പട്ടിണി സമരം കാരണം ശരിക്കും കുടുംബം മൊത്തം പട്ടിണിയായല്ലേ? പിന്നല്ലാതെ, നമ്മൾ ആഹാരം കഴിക്കാതെ കിടക്കുന്നത് കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ചൂടുവെള്ളം പോലും കുടിക്കുന്നില്ല. അമ്മേ, വാതിലുറക്ക്. അയ്യോടി. അമ്മേ, അമ്മേ. വാതിലുറക്കാൻ. ഞാൻ പോയി തുറന്നിട്ട് വരാം. പ്രേമോളുടെ ചിരിയല്ലേ അമ്മ കേട്ടത്? ആര് ചിരിച്ചു? ദേ, അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ല, പ്രിയങ്ക മോള് ചിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. ആഹാ, അതെ, ഞാൻ ചിരിച്ചതാ യശോദേ. എങ്ങനെയാ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? എടാ, അത് കുഞ്ഞുകാലത്ത് പഠിച്ചതാ. ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല ചോദിച്ചത്. സുഖമില്ലായിരിക്കുന്ന ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് എങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന? പ്രിയങ്ക മോളുടെ കാര്യത്തിൽ വല്ലാത്ത സങ്കടാണ് എന്നല്ലേ അമ്മ പറയാറ്. എന്നിട്ട് ഇങ്ങനെയാണോ? എനിക്ക് സങ്കടമാണെന്നും പറഞ്ഞേ ഞാൻ അവളുടെ മുമ്പിൽ ഇരുന്നാലേ ആ കൊച്ചു പിന്നെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുവോ? കുട്ടിക്കൊരങ്ങ് കിടന്ന് മറിയുന്നത് പോലെയും ചാടുന്നത് പോലെയും അതിന്റെ മുന്നിൽ കിടന്ന് ഞാൻ ഓരോന്ന് കാണിച്ചു നോക്കുക. എങ്ങനെയെങ്കിലും ആ കൊച്ചിന്റെ മാനസിക നില ഒന്ന് മാറ്റിയെടുക്കാൻ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. രണ്ടുപേർക്കും രാധികയുടെ കാര്യമല്ലേ മനസ്സിലാവൂ.